നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി ലഭിച്ച് വിറച്ച് വന്നപ്പോ ഖദീജ ബീബി റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞ വാക്കുകള് ശ്രദ്ധേയമായ വാക്കുകളാണ്. ബഹുമാനപ്പെട്ട ഖദീജ ബീബി റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, കല്ലാ വല്ലാഹി മാ യുഖ്സികല്ലാഹു അബദാ. ഒരിക്കലുമില്ല അല്ലാഹുവാണ് സത്യം, അല്ലാഹുവാണ് സത്യം. മാ യുഖ്സികല്ലാഹു അബദാ. അല്ലാഹു നിങ്ങളെ ഒരിക്കലും അപമാനിക്കില്ല. ഇന്നക കാരണമുണ്ടല്ലോ, ഇന്നക നബിയേ തങ്ങൾ ലതസിലിർ റഹിമാ, തങ്ങൾ കുടുംബബന്ധം പുലർത്തുന്നവരാണല്ലോ. വതഹ്മിലുൽ കല്ലാ, പ്രയാസപ്പെടുന്നവരെ സഹായിക്കുന്നവരാണല്ലോ. വതക്സിബുൽ മഅദൂം, ഇല്ലാത്ത ആളുകൾക്ക് നൽകുന്നവരാണല്ലോ തങ്ങള്. വതക്രിൽ ളൈഫാ, അതിഥി സൽക്കാരം നടത്തുന്നവരല്ലേ തങ്ങള്, അതിഥികളെ സൽക്കരിക്കുന്നവരല്ലേ തങ്ങള്. വതുഈനു അലാ നവാഇബിൽ ഹഖീം, സത്യത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ആരെല്ലാം ഉണ്ടോ അവരെ സഹായിക്കുന്നവരാണല്ലോ തങ്ങള്. അതുകൊണ്ട് തങ്ങളെ പേടിക്കേണ്ടതില്ല, ഭയക്കേണ്ടതില്ല, പ്രയാസപ്പെടേണ്ടതില്ല. അല്ലാഹു നിങ്ങളോടൊപ്പമുണ്ട്, നിങ്ങളോട് കൂടെയുണ്ട് നബിയേ. ബദർ യുദ്ധത്തിൽ ഒരുപാട് തടവുകാരെ ബന്ദിയാക്കി. ആ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകളായ സൈനബ ബീബി റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ് അബുൽ ആസി എന്ന് പറയുന്ന അദ്ദേഹത്തെയും, അദ്ദേഹം അബൂജഹലിന്റെ പക്ഷത്തായിരുന്നു ബദർ യുദ്ധത്തില്. പിന്നെ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. ഏതായാലും ബദർ യുദ്ധത്തില് ശത്രുപക്ഷത്തിൽ നിന്ന് ഒരുപാട് ആളുകളെ പിടിക്കപ്പെട്ടിട്ടുണ്ട്, ബന്ദിയാക്കിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ് അബുൽ ആസ്. സൈനബ ബീബി റളിയല്ലാഹു അൻഹയുടെ ഭർത്താവാണ്. സൈനബ ബീബി റളിയല്ലാഹു അൻഹ മക്കയിലാണ്. അപ്പോൾ ബന്ദിയാക്കിയ ആളുകളെ മോചനദ്രവ്യം നൽകിയാൽ, എന്തെങ്കിലും നൽകിയാൽ അവരെ വിട്ടേക്കുമെന്ന് ഒരു കരാറുണ്ടാക്കി. അങ്ങനെ സൈനബ ബീബി റളിയല്ലാഹു അൻഹ ഭർത്താവിനെ വിട്ടുകിട്ടാൻ വേണ്ടി സൈനബ ബീബി റളിയല്ലാഹു അൻഹയുടെ മാലയുമായി അതാ അബുൽ ആസിന്റെ സഹോദരനെ മദീനയിലേക്ക്, ബദറിലേക്ക് പറഞ്ഞയക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഈ അബുൽ ആസിന്റെ സഹോദരൻ അതാ ബദറിലേക്ക് എത്തി. അങ്ങനെ ഈ സൈനബ ബീബി റളിയല്ലാഹു അൻഹ കൊടുത്തയച്ച മാലയുണ്ടല്ലോ, ആ മാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ കൊടുത്തു പറഞ്ഞു, ഇത് സൈനബ തന്ന മാലയാണ്. സൈനബയുടെ ഭർത്താവിനെ മോചിപ്പിക്കാൻ വേണ്ടി സൈനബ തന്ന അതാ മാലയാണ്. സുബ്ഹാനല്ലാഹ്. ഈ മാലയെ ഹബീബായ തങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. തലങ്ങും വലങ്ങും ഇങ്ങനെ ഇമ വെട്ടാതെ നോക്കുകയാണ്. ഈ മാലയിൽ നിന്ന് ഹബീബായ തങ്ങൾ കണ്ണെടുക്കുന്നില്ല. നോക്കി നോക്കി ഹബീബായ തങ്ങൾ കരഞ്ഞുപോയി. കാരണമെന്തേ? ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മഹദിയായ ഖദീജ ബീബി റളിയല്ലാഹു അൻഹയെ ഓർമ്മ വന്നുപോയി. ഈ തിളങ്ങുന്ന മാല എന്റെ ഖദീജന്റെ മാലയല്ലേ? ഖദീജ ബീബി റളിയല്ലാഹു അൻഹ മകളായ സൈനബ ബീബി റളിയല്ലാഹു അൻഹ കല്യാണം കഴിച്ചു പോകുമ്പോൾ
ആ സൈനബ ബീബിക്ക് കൊടുത്ത മാലയാണല്ലോ. ഈ മാല കാണുമ്പോ, ഈ മാല കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീബി റളിയല്ലാഹു അൻഹയെ ഓർത്ത് കരഞ്ഞുപോയി. അവരുടെ സ്നേഹം എത്രയാണ്. അല്ലാഹുവേ, സ്വർഗീയ ആരാമത്തിൽ ഹബീബായ തങ്ങളോടൊപ്പം ബഹുമാനപ്പെട്ട മഹദിയായ ഖദീജ ഉമ്മയോടൊപ്പം ബഹുമാനപ്പെട്ട ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയോടൊപ്പം ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോടൊപ്പം ഹഫ്സ ബീബി റളിയല്ലാഹു അൻഹയോടൊപ്പം നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്, ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്, ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്.